എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിളമോക്ക് ആകെ സങ്കടമാണ് ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പം. എപ്പോഴും വഴക്കും ബഹളമൊക്കെ അല്ലേ അവിടെ, അതുകൊണ്ട് തന്നെ അന്നേരം വിനീത് വിളിച്ചുകൊണ്ട് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ മോൾക്ക് മേടിച്ച് തരാം, മോൾ വിഷമിക്കണ്ടായെന്നൊക്കെ പറയുമ്പം എനിക്ക് എൻ്റെ അച്ഛനെ തരാൻ പറ്റുമോ, എനിക്ക് അച്ഛനെ കാണാൻ പലപ്പോഴും കൊതി തോന്നുക എന്ന് പറയുമ്പം വിനീത് പറയുന്നുണ്ട്, മോളുടെ അച്ഛനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുമ്പം എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ അച്ഛനെ പോലെ സംസാരിക്കാം, അച്ഛനെ പോലെ പെരുമാറാം, അപ്പോൾ കൊച്ചിന് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അന്നേരം നീളമ്മൾക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്, വിനീതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയും ഗംഗയും കൂടി ജയപാലിനെ കാണാനായിട്ട് പോയതായിരുന്നു. അയാളുടെ എസ്റ്റേറ്റിൽ ചെല്ലുമ്പം അവിടുത്തെ പണിക്കാരൻ പറയും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നതെന്ന്. ശിവരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം വീട്ടിൽ ജപ്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം രേവതി പറയുന്നുണ്ട്, അച്ഛനൊരു തോട്ടം മേടിക്കാനായിട്ട് പൈസ കൊടുത്തായിരുന്നല്ലോ, ആ പൈസ തിരിച്ച് മേടിച്ച് വീടിൻ്റെ കടം വീട്ടണം, അത് കഴിഞ്ഞുള്ളത് ബാങ്കിലിടണം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതേതായാലും നന്നായി, കിടപ്പാടമല്ലേ ഏറ്റവും വലുത് എന്നൊക്കെ പറയും. അന്നേരം ഗംഗ ചോദിക്കുന്നുണ്ട്, അതൊരു വലിയൊരു പ്രോപ്പർട്ടി അല്ലേ, അപ്പം നല്ലൊരു എമൗണ്ട് കാണുമല്ലോ, മൊത്തം പൈസ അച്ഛൻ കൊടുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞിങ്ങനെ ശിവരാമൻ പറയാൻ തുടങ്ങുന്നെങ്കിൽ ജയപാലൻ അങ്ങോട്ട് വരും. എന്നിട്ട് ശിവരാമ എന്ന് പറഞ്ഞൊരു വിളിയാണ്. എന്നിട്ട് അയാൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവരോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞത് കേട്ടോ. തനിക്ക് പണിയൊന്നുമില്ലേ, ഇപ്പോൾ പണി ഞാൻ തന്നിട്ടുണ്ടല്ലോ പോയി ചെയ്തേ എന്ന് പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തോടെ അയാളെ പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞ് ഇവരോട് സംസാരിക്കുന്നു. അന്നേരം ഇവർ ഈ കാര്യം പറയുവാണ്, തോട്ടം ഇനി മേടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആ തോട്ടത്തിന് മേടിക്കാനായിട്ട് കൊടുത്ത പൈസ തിരിച്ച് മേടിക്കണം, എന്നിട്ട് ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ജയപാലൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അന്നേരം എന്താ അങ്കിളെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പം ഭയങ്കര വിഷമത്തോടെ ജയപാലൻ പറയുവാണ്, അതിന് ആ പ്രോപ്പർട്ടി മേടിക്കാനുള്ള പൈസയൊന്നും അരവിന്ദൻ കൊടുത്തിട്ടില്ലായിരുന്നു എന്ന്. അന്നേരം ഗംഗയും രേവതി അത് വിശ്വസിക്കില്ല കേട്ടോ. അങ്ങനെയല്ല അങ്കിളെ, അതിൻ്റെ പൈസ മൊത്തം കൊടുത്തതാണെന്നും ഗംഗേച്ചിയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്ന് പറയുമ്പം ജയപാലൻ പറയുന്നത്, ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഗൾഫിലെ ജോലി സ്ഥലത്ത് നിന്നും കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുക. എന്ത് ചെയ്തിട്ടും ജയപാലൻ അങ്ങ് സമ്മതിക്കുന്നില്ല. പിന്നെ രേവതി ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എന്താ മോൾക്ക് എന്നെ സംശയമാണോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല അങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങ് തിരിച്ചു പോരുവാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരോട് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും, അങ്ങളെ അച്ഛനെ ഏറ്റവും അവസാനമായിട്ട് കാണാൻ വന്നത് അങ്കിളിനെ അല്ലായിരുന്നു എന്ന് ചോദിക്കും. എന്നാലും ചെറുതായിട്ടൊന്ന് ജയപാലൻ പതറും. എന്നിട്ട് അതാരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ, അന്ന് എന്താണ് സംഭവിച്ചത്, അച്ഛൻ എന്തോ വിഷമം തട്ടുന്ന സംഭവം അന്ന് നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് അങ്കിളിന് അറിയാവോ, അങ്കിള് ഞങ്ങളോടത് പറയാത്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ജയപാലൻ പറയുന്നുണ്ട്, അത് നേരെ എൻ്റെ അടുത്ത് വന്നായിരുന്നു, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് ഞാൻ നിങ്ങളോട് പറയാതിരിക്കുമായിരുന്നു, ഗൾഫിൽ നിന്ന് പൈസ വരും എന്ന് പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അന്ന്, അത് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് തവണ അങ്ങോട്ട് വിളിച്ചു, എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല, അതിൻ്റെ സങ്കടത്തിലാണ് എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് എന്നൊക്കെ പറയുവാണ്. അന്നേരം അവരത് വിശ്വസിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് പോരുന്നുണ്ട്, എങ്കിൽ ശരി അങ്ങളെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് യമുനയെ കാണിക്കുന്നുണ്ട്. യമുന നീളയുടെ തലമുടിയൊക്കെ ഒന്ന് ഈരിക്കിട്ട് കൊടുക്കുകയാണ്. അടുത്ത് തന്നെ അമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അന്നേരമാണ് അങ്ങോട്ട് ഗീത കയറി വന്നെ. അപ്പോൾ ഇവരിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നേരെ ശാരദ അമ്മയെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്നെ ഈ കാണിക്കുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നടുവ് നിവർത്താൻ സമയമില്ലാതെ പണിയെടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് വരുന്നത്, അന്നേരം ഞാൻ നടുവ് ഒടിഞ്ഞു പോകുന്ന രീതി ഇവിടെ കിടന്നും പണിയെടുക്കണോ, ഇവിടെയാണല്ലോ ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, പിന്നെ ഒരു സൈഡ് ഒരുക്കവും ആഘോഷമൊക്കെ ഇങ്ങനെയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒന്ന് ഓർത്ത് നോക്കി എൻ്റെ അവസ്ഥ, നേരത്തെ എനിക്കും വിനീതിനും ഉള്ളത് ഞാൻ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ വീട് നിറയെ ഒരു പടയ്ക്ക് ജനമല്ലേ എന്ന് പറഞ്ഞ് ഇവരെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുക. അന്നേരം അമ്മ പറയുന്നുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി, ഭയങ്കര തലവേദന ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പം അയ്യോ എങ്കിൽ ആംബുലൻസ് പിടിച്ച് ആശുപത്രി കൊണ്ടുപോകാം, നിങ്ങൾ പണക്കാരൊക്കെ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പം വഴിതെറ്റി ഇങ്ങോട്ട് വന്നു എന്ന് കരുതി ഇങ്ങനെ അപമാനിക്കേണ്ട ഗീത എന്ന് പറയുവാണേ. അന്നേരം ഗീത പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അവസ്ഥ ഇതല്ലായിരുന്നല്ലോ, അന്നൊന്നും ആരും വഴുതേറ്റി ഇങ്ങോട്ട് വന്ന് കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. എന്നാൽ യമുനയ്ക്ക് സങ്കടമാവും. യമുന എഴുന്നേറ്റിട്ട് പറയും, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം, അമ്മയ്ക്ക് തലവേദന, അമ്മയെ ശല്യം ചെയ്യേണ്ട എന്ന് പറയും. അന്നേരം രണ്ടുപേരോട് ഇങ്ങനെ കണ്ണെ കാണിക്കുക, എന്നാൽ പണി എടുപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ ശാരദയും ഗീതയും കൂടെ. എന്നിട്ട് വീട്ടിലെ മോട്ടർ കേടായതുകൊണ്ട് വീട്ടിലോട്ടുള്ള സകല വെള്ളവും അവരെ കൊണ്ട് കോരിപ്പിക്കുക കേട്ടോ. ആ സമയം അടുത്ത് നീളമോള് വെറുതെ നിൽപ്പുണ്ട്. അന്നേരം നീളമോളോടും വന്നിട്ട് പറയുന്നുണ്ട്, അതെ വെറുതെ ഇരുന്ന് തിന്നാന്ന് നീയും കരുതണ്ട, നന്നായിട്ട് പണിയെടുത്താലേ ഇനി തൊട്ട് ഭക്ഷണം കിട്ടുള്ളൂ എന്ന്. എന്നിട്ട് യമുന പറയും, അവളാണ് വെള്ളം കോരി തന്നത്, ഞാൻ കൊണ്ട് ഒഴിക്കുമായിരുന്നു എന്ന് പറയും. നീളമോള് വെറുതെ നിന്നുള്ളൂ,
എങ്കിലും അങ്ങനെ അങ്ങ് പറയുവാണ്. കുറേ വെള്ളം കോരി അകത്തുകൊണ്ട് നിറയ്ക്കും. അന്നേരത്തേക്കും ഗീത വന്നിട്ട് പറയുവാണ്, ഇനി നീ പോയി തുണി കഴുകുക എന്ന് യമുനയോട്. എന്നിട്ട് നീളമോളോട് തന്നെ വെള്ളം കോരി നിറയ്ക്കാൻ പറയുവാണ്. അന്നേരം യമുനയ്ക്ക് ആകെ വിഷമമാണ്. ഞാൻ ചെയ്തോളാം ഇതും കൂടെ എന്ന് പറയുമ്പം നീ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് യമുനെ ചീത്ത പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് നീളമോളോട് വെള്ളം കോരാൻ പറഞ്ഞിട്ട് ഗീത അങ്ങ് പോകും. നീളമോള് വെള്ളം കോരാൻ വേണ്ടി ആ കയറിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാല് പയ്യെ പൊങ്ങി പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ ഇതിൻ്റെ പേരിൽ രേവതിയും ഗീതയും കൂടെ പൊരിഞ്ഞ് അടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് രണ്ടുപേരും. ഏതായാലും ഇതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുവാണ്. ഇങ്ങനെ എപ്പോഴും അടിയും ബഹളമായിട്ട് പോയാൽ പോരല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എല്ലാവരെയും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ്.